ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ പോരാട്ടം കടുക്കുന്നു. സിറ്റിംഗ് എംഎൽഎയും ആരോഗ്യമന്ത്രിയുമായ വീണ ജോർജിനെ നേരിട്ടുള്ള സംവാദത്തിൽ പ്രതിരോധത്തിലാക്കിയതിനു പിന്നാലെ യുഡിഎഫ് സ്ഥാനാർത്ഥി അബിൻ വർക്കി പ്രചരണത്തിൽ മുമ്പോട്ടു പോവുകയാണ്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ വോട്ട് ചോദിക്കാനെത്തിയ അബിനെ എസ്എഫ്ഐ പ്രവർത്തകർ തടയാൻ ശ്രമിച്ചെങ്കിലും വെല്ലുവിളികൾ അതിജീവിച്ച് വോട്ട് തേടിയ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പ്രചരണ രംഗത്ത് നിറസാന്നിധ്യമാവുകയാണ്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയ അബിൻ വർക്കിയെ എസ്എഫ്ഐ പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് കാരണമായി. സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കുന്നത് തടസ്സപ്പെടുത്തി മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനായിരുന്നു എസ്എഫ്ഐ നീക്കം. എന്നാൽ ഭീഷണിക്ക് വഴങ്ങാതെ കോളേജിനുള്ളിൽ പ്രവേശിച്ച അബിൻ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നേരിൽ കണ്ട് വോട്ടുറപ്പിച്ച ശേഷമാണ് മടങ്ങിയത്. എസ്എഫ്ഐ കോട്ടകളിൽ പോലും അബിൻ വർക്കിക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഇടതു കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ മന്ത്രി വീണ ജോർജിനെ അബിൻ വർക്കി നിഷ്പ്രഭനാക്കിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ആരോഗ്യ മേഖലയിലെ വീഴ്ചകളും മണ്ഡലത്തിലെ വികസന മുരടിപ്പും അക്കമിട്ട് നിരത്തിയ അബിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മന്ത്രിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയയിലും ഈ സംവാദത്തിന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. കേരളം ഉറ്റുനോക്കുന്ന അതിശക്തമായ ത്രികോണ മത്സരമാണ് ആറന്മുളയിൽ നടക്കുന്നത്. ആറന്മുളയിൽ സിറ്റിംഗ് എംഎൽഎയും മന്ത്രിയുമായ വീണ ജോർജ് വീണ്ടും മത്സരിക്കുകയാണ്. ഭരണ തുടർച്ചയും വികസനവുമാണ് LDF ആയുധമാക്കുന്നത്. യുവത്വത്തിന്റെ കരുത്തുമായി അബിൻ വർക്കി ഇതിനിടയിലാണ് മണ്ഡലത്തിൽ സജീവമാകുന്നത്. ഭരണവിരുദ്ധ വികാരവും മണ്ഡലത്തിലെ വ്യക്തിബന്ധങ്ങളും അബിന് അനുകൂലമാകുന്നു. ഇവർക്കെല്ലാം കടുത്ത വെല്ലുവിളിയാണ് മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ. BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ കുമ്മനത്തിന്റെ സാന്നിധ്യം പോരാട്ടത്തെ പ്രവചനാതീതമാക്കുന്നു. ആറന്മുള മണ്ഡലത്തിൽ അബിൻ വർക്കിയുടെ സജീവമായ ഇടപെടലുകൾ ചിത്രം മാറ്റിമറിക്കുകയാണ്. SFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തടസ്സങ്ങളെ അതിജീവിച്ച് അബിൻ നടത്തുന്ന പര്യടനങ്ങൾ UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. തൽക്കാലം അബിന്റെ പ്രചരണത്തോട് അസഹിഷ്ണുത കാട്ടേണ്ടതില്ലെന്ന നിലപാടിൽ CPM എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന സംവാദത്തിൽ സിറ്റിംഗ് MLAയും മന്ത്രിയുമായ വീണ ജോർജിനെ നിഷ്പ്രഭനാക്കി നേടിയ തിളക്കമാർന്ന വിജയത്തിന് പിന്നാലെ ക്യാമ്പസുകളിലും അബിൻ കരുത്തു കാണിക്കുകയാണ്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയ അബിനെ തടയാൻ ശ്രമിച്ച SFIയുടെ കുട്ടി സഖാക്കൾക്കും ഒടുവിൽ തോൽവി സമ്മതിച്ച് പിന്മാറേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് CPM കരുതലിലേക്ക് പോകുന്നത്. കോളേജ് കവാടത്തിൽ വെച്ച് അബിൻ വർക്കിയെ തടയാനും വോട്ട് അഭ്യർത്ഥന തടസ്സപ്പെടുത്താനും SFI പ്രവർത്തകർ കിണഞ്ഞു ശ്രമിച്ചു. മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ച് സ്ഥാനാർത്ഥിയെ മടക്കി അയക്കാമെന്നായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ SFIയുടെ വെല്ലുവിളികളെയും അധിക്ഷേപങ്ങളെയും പുച്ഛിച്ചു തള്ളിയ അബിൻ വർക്കി ആത്മവിശ്വാസത്തോടെ കോളേജിനുള്ളിലേക്ക് കയറി. തടയാൻ വന്നവരെ നിഷ്പ്രഭമാക്കി ഓരോ ക്ലാസ് മുറികളിലും അധ്യാപകരുടെ സ്റ്റാഫ് റൂമിലും നേരിട്ടെത്തി അദ്ദേഹം വോട്ട് തേടി. ക്യാമ്പസിനുള്ളിൽ അബിൻ വർക്കിക്ക് ലഭിച്ച ആവേശകരമായ സ്വീകരണം കണ്ടതോടെ SFIയുടെ പ്രതിഷേധം വെറും നിഴൽ യുദ്ധമായി മാറി. ഭീഷണികൾക്ക് വഴങ്ങാത്ത അബിന്റെ നിലപാട് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ആറന്മുളയിലെ വികസന മുരടിപ്പും ആരോഗ്യമേഖലയിലെ അഴിമതികളും ചൂണ്ടിക്കാണിച്ച് മന്ത്രി വീണ ജോർജിനെ അബിൻ വർക്കി നേരിട്ട രീതി വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് മുന്നിൽ മന്ത്രി പതറിയത് UDF ക്യാമ്പിന് വലിയ ഊർജ്ജമാണ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലും അബിൻ തന്റെ രാഷ്ട്രീയ പാടവം തെളിയിച്ചത്.